റാപ്പർ വേടൻ എന്ന ഹിരൺദാസ് മുരളിക്കെതിരെ കൂടുതൽ പീഡന പരാതികൾ. 2 യുവതികളാണ് മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയിരിക്കുന്നത്. മുഖ്യമന്ത്രിയെ നേരിട്ട് കാണാൻ ഇവർ സമയം ചോദിച്ചിട്ടുമുണ്ട്. വനിതാ ഡോക്ടർ നൽകിയ ബലാത്സംഗ കേസിൽ മുൻകൂർ ജാമ്യാപേക്ഷ ഇന്ന് ഹൈക്കോടതി പരിഗണിക്കാനിരിക്കെയാണ് കൂടുതൽ യുവതികൾ വേടനെതിരെ രംഗത്തെത്തിയിരിക്കുന്നത്. കേരളത്തിന് പുറത്തു പഠിക്കുന്ന യുവതികളാണ് പരാതി നൽകിയിരിക്കുന്നത്. 2020-21 കാലത്താണ് സംഭവം നടന്നതത്രേ. ഒരു യുവതി ദളിത് സംഗീതത്തിൽ ഗവേഷണം നടത്തുന്നയാളാണ്. വേടന്റെ പാട്ടുകൾ ശ്രദ്ധയിൽപ്പെട്ട അന്ന് ഫോണിൽ ബന്ധപ്പെടുകയായിരുന്നു. ഇതിനിടെ നേരിൽ കാണാനെന്ന് പറഞ്ഞ് വേടൻ കൊച്ചിയിലേക്ക് അവരെ വിളിച്ചു വരുത്തി ഫ്ളാറ്റിൽ വെച്ച് ഉപദ്രവിച്ചു എന്നാണ് ഗവേഷക വിദ്യാർത്ഥിനിയുടെ പരാതിയിൽ പറയുന്നത്. രണ്ടാമത്തെ യുവതി പ്രമുഖ സംഗീതജ്ഞയാണ്. ഇവർ നിലവിൽ കേരളത്തിന് പുറത്തു പഠിക്കുകയാണ്. തന്റെ സംഗീതത്തിൽ ആകൃഷ്ടനായ വേടൻ തന്നെ ഇങ്ങോട്ട് ബന്ധപ്പെടുകയായിരുന്നു എന്ന് പരാതിയിൽ പറയുന്നു. പിന്നീട് ഇരുവരും സൗഹൃദത്തിലായി. ഇതിനിടെ വേടൻ പ്രോഗ്രാം ഉണ്ടെന്ന് പറഞ്ഞ് ഒരു സ്ഥലത്തേക്ക് തന്നെ വിളിച്ചു വരുത്തുകയും ലൈംഗികമായി പീഡിപ്പിക്കുകയുമായിരുന്നു. എതിർത്തപ്പോൾ ക്രൂരമായി ഉപദ്രവിച്ചു എന്നും പരാതിയിൽ പറയുന്നു. മുൻപ് വേടനെതിരെ നിരവധി പെൺകുട്ടികൾ മീടു ആരോപണങ്ങൾ ഉയർത്തിയിരുന്നു. ആ സമയത്ത് പരാതി നൽകിയ യുവതികളും സോഷ്യൽ മീഡിയ വഴി വേടനെതിരെ രംഗത്ത് വന്നുകൊണ്ടിരിക്കുകയാണ്. നേരത്തെ ഒരു യുവതിയുടെ പരാതിയുടെ അടിസ്ഥാനത്തിൽ എടുത്ത ബലാത്സംഗ കേസിലാണ് മുൻകൂർ ജാമ്യത്തിനായി റാപ്പർ വേടൻ ഹൈക്കോടതിയെ സമീപിച്ചിരുന്നത്. ഇതുമായി ബന്ധപ്പെട്ട ഹർജിയാണ് ഇന്ന് കോടതി പരിഗണിക്കുന്നത്. കേസിൽ തൃക്കാക്കര SP-യുടെ മേൽനോട്ടത്തിലാണ് അന്വേഷണം നടക്കുന്നത്. ഇൻഫോ പാർക്ക് SHOക്കാണ് നിലവിലെ ചുമതല. 5 തവണ പീഡനം നടന്നുവെന്നും കോഴിക്കോടും കൊച്ചിയിലും മേലൂരിലും വെച്ച് പീഡിപ്പിച്ചു എന്നുമാണ് യുവതിയുടെ മൊഴി. ലഹരി ഉപയോഗിച്ച ശേഷം പീഡിപ്പിച്ചു എന്നും യുവതി മൊഴി നൽകിയിട്ടുണ്ട്. ഇക്കാര്യങ്ങളൊക്കെ അറിയുന്ന സുഹൃത്തുക്കളുടെ പേരും യുവതിയുടെ മൊഴിയിലുണ്ട്. 2023 ജൂലൈ മുതൽ തന്നെ ഒഴിവാക്കിയെന്നും വിളിച്ചാൽ ഫോൺ എടുക്കാതെയായി എന്നും യുവതി വെളിപ്പെടുത്തിയിരുന്നു. പിന്മാറ്റം മാനസികമായി തന്നെ തകർത്തു, ഡിപ്രഷനിലേക്ക് എത്തപ്പെട്ടു. പലപ്പോഴായി 31,000 രൂപ വേടന് കൈമാറിയിട്ടുണ്ടെന്നും ഈ യുവതി വ്യക്തമാക്കിയിരുന്നു. ഇവയുടെ അക്കൗണ്ട് GPay വിവരങ്ങളും യുവതി ഹാജരാക്കിയിരുന്നു. ജാമ്യമില്ലാ വകുപ്പ് ചുമത്തിയാണ് വേടനെതിരെ പോലീസ് കേസെടുത്തിരിക്കുന്നത്.